ഇപ്പൊ നമ്മളിപ്പോ ഈ ബ്രസ്റ്റ് മിൽക്ക് നമുക്ക് കറന്നെടുത്ത് വെക്കാം. നമ്മൾ കുഞ്ഞ് കറിപ്പാത്രങ്ങൾ 4-5 വാങ്ങിക്കുക, സ്റ്റീലിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ അണുബാധ വളരെ കുറവായിരിക്കും. അതൊരു 5 മിനിറ്റ് സ്റ്റെറിലൈസ് ചെയ്ത് ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ പാത്രം സ്റ്റെറിലൈസ് ആയി കിട്ടും നമുക്ക്. ഈ സ്റ്റെറിലൈസ് പാത്രത്തിൽ നമ്മൾ അമ്മ നല്ലപോലെ കൈയെല്ലാം വാഷ് ചെയ്തിട്ട് ജെന്റിൽ റോളിംഗ് മസാജ്, ജസ്റ്റ് ബ്രസ്റ്റ് പതക്കം ഒന്ന് ഉടച്ചിട്ട് കുഞ്ഞിനെ ഓർത്തിരുന്ന് സന്തോഷത്തോട് കിട്ടുന്ന അത്രയും പാല് കറന്ന് വയ്ക്കുക. അത് കളയരുത്. ഈ കറന്നെടുത്ത പാല് നമുക്ക് ഒരു 4 മണിക്കൂറോളം പുറത്തിരുന്നോളും, ഫ്രിഡ്ജിൻ്റെ അകത്ത് 24 hours ഇരുന്നോളും. നമ്മൾ ഇനി അത് ഫ്രീസ് ചെയ്യാനാണെങ്കിൽ കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ജോലിക്ക് പോകുന്ന അമ്മമാർ ഈ പാല് കളക്ട് ചെയ്ത് വെക്കുക, കറന്നെടുത്ത് വെക്കുക. എന്നിട്ട് കുഞ്ഞിനെ ഫീഡ് ചെയ്തിട്ട് അമ്മ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അടുത്തൊരു 3 മണിക്കൂർ കഴിഞ്ഞ് കുഞ്ഞിന് പാലോടുന്ന സമയമാകുമ്പോൾ വീട്ടിൽ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോവാം. അവരോട് പറയുക ഈ സാധനം എടുക്കുക. ഇനി ഫ്രിഡ്ജിൽ നിന്ന് എടുക്കണമെങ്കിൽ നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ലേശം ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചാൽ മതി. തനിയെ തോയത് നമുക്ക് അത് ചൂടായി കിട്ടും. എന്നിട്ട് അത് കാലി കെടുത്തി ഒരു സ്റ്റീൽ സ്പൂൺ കൊണ്ട് കുഞ്ഞിനെ കോരി കോരി കൊടുക്കുക. അപ്പം അമ്മയുടെ പാല് കുടിച്ച് വളരെയാണ് അവിടെ. നമ്മൾ അവിടെ ഒരു പൊടിപ്പാൽ മേടിക്കാനുള്ള ഒരു എക്സ്ട്രാ ആവശ്യമില്ല. ഇനി ഈ മുല കൊടുക്കുന്ന അമ്മമാർ നമ്മൾ പറഞ്ഞു 2 വയസ്സ് വരെ മുല കൊടുക്കാൻ ഞാൻ പറഞ്ഞു, അതിനപ്പുറം കൊടുത്തിട്ട് കുഴപ്പമില്ല. കാരണം മുല കൂട്ടുന്ന അമ്മമാർക്കാണ് ഈ പറഞ്ഞ പോലെയുള്ള അസുഖങ്ങൾ വളരെ കുറവാണ് സ്റ്റഡീസ് കാണിക്കുന്നത്. ക്യാൻസർ ഓഫ് ഒവേറി, ബ്രസ്റ്റ് ക്യാൻസർ. അപ്പൊ ഇങ്ങനത്തെ അമ്മമാർക്ക് ഉണ്ടാവേണ്ട അസുഖങ്ങളൊക്കെ, ഉണ്ടായേക്കാവുന്ന അസുഖങ്ങളൊക്കെ ഈ പറഞ്ഞ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്ന അമ്മമാർക്ക് വളരെ കുറവായിരിക്കും. തീർച്ചയായിട്ടും. അതുകൂടാതെ തന്നെ അമ്മയ്ക്ക് ഇപ്പൊ ഗർഭിണിയായ സമയത്ത് കുറച്ച് വെയിറ്റ് വയ്ക്കും. ഈ വെയിറ്റ് വയ്ക്കുന്നതിന് കാരണം ഈ കുഞ്ഞിന് 2 കൊല്ലം പാല് കൊടുക്കാൻ വേണ്ടിയുള്ള എക്സ്ട്രാ ബോഡിയിലേക്ക് സേവ് ചെയ്യണം നമ്മൾ എനർജി. ഈ സാധനം നമ്മൾ നല്ലപോലെ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഡയറ്റിങ്ങും കൂടാതെ തന്നെ നമ്മുടെ വെയിറ്റ് കുറയും. അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ 6 മാസം വരെയൊക്കെ നമ്മൾ ഈ റിപ്രൊഡക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുമ്പോൾ ഹോർമോൺ ചേഞ്ചസ് ഉള്ളതുകൊണ്ട് വീണ്ടും പെട്ടെന്നൊരു ഗർഭിണിയാവാനുള്ള സാധ്യത വളരെ കുറവാണ്. മെത്തേഡ് ഓഫ് ഇത്. അപ്പോൾ നമ്മൾ പറയുന്ന വെച്ചാൽ കുഞ്ഞിന് ഈ കറക്റ്റ് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നതോടുകൂടി കുഞ്ഞിന്റെ ബ്രെയിനിന്റെ വളർച്ച, ഇമ്മ്യൂണിറ്റി കൂടുക, അതുപോലെ തന്നെ കുഞ്ഞിന്റെ അലർജൻസ് കുറഞ്ഞു നിൽക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതിൽ അമ്മയാൽ കൂടി വരുന്ന ആ ഒരു ബോണ്ടിങ്, ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്.